I thought Mama had promised me a mockingbird, and each note that she sings kind of reminds me of her. A brand new bottle tucked away behind my seat, and if I get pulled over, I'll pretend it. ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജേർണലിംഗ് ടിപ്സും ട്രിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ജേർണലിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും അത് ഫുൾ ആയിട്ട് തന്നെ കാണാൻ നോക്കുക. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്കൊക്കെ ചെയ്തിട്ട് ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്തോ, സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് എന്താ പറയാ, ഒരു വൈബ് ഇട്ടട്ടെ. നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. സോ അതുകൊണ്ട് ഞാനും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ അടുത്തുള്ള ക്യാൻഡിൽ എല്ലാതും എടുത്തു കൊടുത്തു. ഇരിക്കട്ടെ, എല്ലാതും സെറ്റാണ്. അപ്പോൾ ഒന്നോ രണ്ടോ അല്ല, മൂന്നാലെണ്ണം ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഞാൻ ഈ ബുക്ക് മേടിച്ചിരിക്കുന്നത് പെർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ്. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്ക്, രസല്ലേ? അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് നമുക്ക് നമ്മളെ കുറിച്ചിട്ട് എഴുതാൻ തുടങ്ങാം. നമ്മളെ കുറിച്ചിട്ട് എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് എഴുതാൻ തോന്നുമെങ്കിലും സത്യസന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എബൌട്ട് മീ ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ അതാണ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാലശേഷം ആരെങ്കിലും ബുക്ക് എടുക്കുകയെന്നുണ്ടെങ്കിലും നമ്മളെ കുറിച്ചിട്ട് അവർക്ക് ഒരു ധാരണ കിട്ടിക്കോട്ടെ. നമ്മളിങ്ങനെയൊക്കെയാണ്, നമ്മൾക്ക് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊരു ധാരണ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ എബൌട്ട് മീ നമ്മൾ നിർബന്ധമായിട്ടും എഴുതണം എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ജേർണലിങ്ങിലെ ഫസ്റ്റ് പേജ് സെറ്റ് അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യൂട്ട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിനൊന്നിങ്ങടെ എന്താ പറയാ, ഒരു ഭംഗിയാക്കി എടുക്കുക. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയാ, ഇതിൽ തന്നെ ഞാൻ കുറച്ച് ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു സ്കെച്ച് മാത്രമേ ഉള്ളൂ ജേർണലിങ് ചെയ്യാൻ, എന്നാലും നമുക്ക് ജേർണലിങ് ചെയ്യാൻ ഗൈസ്. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇത് പാസ്റ്റൽ കളേഴ്സിന്റെ ബ്രഷ് പെൻസ് ആണ്. സോ സ്കെച്ചും യൂസ് ചെയ്യാം, ഡോണ്ട് വറി. അപ്പോൾ ഇത് ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് വരക്കാം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഇലയും പൂവൊക്കെ വരക്കാനേ അറിയുള്ളൂ ഗൈസ്. സോ അതുകൊണ്ട് ഞാൻ ഇതാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് ചിത്രം വരക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മിക്കവാറും പാസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ മേലെയാണ് നമ്മൾ ജേർണലിങ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ അത് എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ പാസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിപ്പിച്ച് വെക്കുക. അതിന് എന്താ എഴുതുക എന്നുള്ളതൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തുവാ എഴുതാം. നിങ്ങളെ കുറിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ എന്തെങ്കിലുമൊക്കെ വാചകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇരുന്ന് എഴുതാം. സോ അതിലൊന്നും വലിയ കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാമേ. ഇനി രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമായി വരുന്നുണ്ട്. സോ രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ വാഷി ടേപ്സ് യൂസ് ചെയ്തിട്ട്, ഐ മീൻ ഇത് കുറച്ച് നീളത്തിലുള്ള വാഷി ടേപ്സ് ഉണ്ടാവൂലേ, വീതി കൂടിയത്. അപ്പോൾ അതിന്ന് റാൻഡം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ ആ ഒരു പേജ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഐറ്റം. ഓക്കെ, ഇതിപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഒരൊറ്റ ട്രിപ്പിലാണ്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കോഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഒട്ടിച്ചെടുത്തിട്ട് ആ പേജ് ഫില്ല് ചെയ്യുക. ഓക്കെ, അതാണ് സെക്കൻഡ് പേജ്. ഇനി നമുക്ക് തേർഡ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ഞാൻ ഓരോ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് വെച്ച ജേർണലിങ്സ് ഉണ്ടാവും. സോ അതിൻ്റെ പേപ്പേഴ്സൊക്കെ കയറിയിട്ട് വേറൊരു ജേർണലിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതും നമുക്കൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ വേറെ ജേർണലിങ് ചെയ്തിട്ടില്ല, ഐ മീൻ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സിൻ്റെ ഒക്കെ ന്യൂസ് പേപ്പർ പ്രിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ, മാസികയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ അത് എടുത്തു വെക്കുമല്ലോ. സോ അത് വെച്ചിട്ട് നമുക്ക് ജേർണലിങ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കോഡ്സ് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഒരു ഐഡിയ. ഓക്കെ, മനസ്സിലായല്ലോ? ഐ മീൻ നമ്മൾ ജേർണലിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളുടെ ഒക്കെ, അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് വെക്കാം. സോ അത്രേ ഉള്ളൂ.
ഇനി നമുക്ക് വാഷി ടേപ്സ് മാത്രം ഉള്ളൂന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാഷി ടേപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അതുപോലെ ഇങ്ങനെ ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കുമ്പോൾ ബ്ലാക്ക് പെന്നോട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക ക്രിയേറ്റീവായിട്ട് നമുക്ക് കാണാനും കുറച്ചൊരു എസ്തറ്റിക് ഒരു വൈബ് കിട്ടും. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന് ഭംഗിയാക്കി കൊടുക്കുക. അപ്പോൾ സ്റ്റിക്കേഴ്സ് കുറേ ഉണ്ട് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അയിമങ്ങട് ഫുള്ളായിട്ട് അതിൽ കൊണ്ടുപോയി ഒട്ടിച്ചു കൊടുക്കാൻ നിൽക്കരുത്. ഓക്കെ. ഒരു മയത്തിലൊക്കെ സെറ്റാക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ആവുക. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. സോ Now you ബൈ. see, സീ യു. now you സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.